ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഫുൾ എക്സൈറ്റഡ് ആയിട്ടാ ഉള്ളത്. എന്താ കാരണം എന്നായിരിക്കുമല്ലോ നിങ്ങൾ വിചാരിക്കുന്നത്. ഞാനൊരു മൂവിക്ക് പോവാൻ പോവാണ്. ഏതാ മൂവി എന്നല്ലേ, അത് ഞാൻ വഴിയാ പറയാം. അതിനു മുമ്പ് നമുക്ക് ഗെറ്റ് റെഡി ആകാം. അതായത് ഞാൻ ഇടുന്നത് ഒരു ബ്ലാക്ക് ടീഷർട്ട് വിത്ത് ബ്ലാക്ക് ജീൻസ് ആൻഡ് അതിന്റെ കൂടെ ഈ ഒരു ലോങ് സ്ട്രഗും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഡിഫറെന്റ് ലുക്കിന് വേണ്ടിയിട്ട്. ഞാൻ ഇതുവരെ ഈ ടൈപ്പ് ലുക്ക് ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വെച്ചാൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തന്നെ ഫിലിമിന് പോയി കളിയാണ്. അപ്പൊ ഞാൻ ഗെറ്റ് റെഡി ഒന്നും കാണിക്കുന്നില്ല, ഡ്രസ് കാണിച്ചിട്ടുണ്ട്. ഇതാ ഞാൻ റെഡി ആയതിനു ശേഷമുള്ള ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പോ നമുക്ക് പോകാലോ. ഞാൻ വഴിയെ പറഞ്ഞു തരാം ഏത് ഫിലിമിനാ ഞാൻ പോവാൻ പോകുന്നതെന്ന്. അപ്പൊ ഞാൻ ഏത് ഫിലിമിനാ പോകുന്നതെന്നല്ലേ നിങ്ങൾ ഇപ്പൊ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോകുന്നത് L2 എമ്പുരാൻ കാണാനാണ്. എമ്പുരാൻ ഇറങ്ങിയിട്ട് 2ാമത്തെ ദിവസമായിരുന്നു. അപ്പൊ എന്തായാലും എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു റിവ്യൂസും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് മൂവി കാണാന്ന് വെച്ചിട്ട് പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം എനിക്ക് ലൂസിഫർ ഭയങ്കര ഇഷ്ടമായ ഒരു മൂവിയാണ്. അതുകൊണ്ട് എന്താ സ്റ്റോറി എന്ന് അറിയാനുള്ള ഭയങ്കരമായ ആകാംക്ഷ എനിക്കുണ്ട്. ഞാൻ വലിയ ഫാൻ ഗേൾ ഒന്നും അല്ലെങ്കിലും എനിക്ക് സ്റ്റോറി അറിയാൻ വേണ്ടിയിട്ട്, ചില ഫിലിംസിന്റെ സ്റ്റോറി അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാട്ടോ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഡേ തന്നെ പോയിട്ട് കണ്ടു കളിയാ. നമ്മൾ നിയർ ആയിട്ടുള്ള തിയേറ്ററിൽ തന്നെ കളിക്കുന്നതുകൊണ്ട് ഇവിടെ തിരക്കും കുറച്ച് കുറവായിരിക്കും. കാരണം മലയാളം മൂവീസിന് ആൾക്കാർ വീക്കെൻഡ്സിലെ കൂടുതൽ ഉണ്ടാവുള്ളൂ, വീക്ക് ഡേയ്സിൽ കുറവായിരിക്കും ഇവിടെ. അപ്പൊ ഞാൻ പോകുന്നത് ഈ ഒരു മോളിലാണ്. ഇത് മെറീന മോളാണ്. എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് ഒരു 15 to 20 minutes ഡിസ്റ്റൻസിലുള്ള ഒരു മോളാണ്. ആ മോളിലാണ് നമ്മൾ എമ്പുരാൻ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വണ്ടി പാർക്ക് ചെയ്ത് സെറ്റിൽ ആയതിനു ശേഷം നമുക്ക് എന്താ പറയാ, മോളിന്റെ ഉള്ളിലേക്ക് ഞാൻ എൻ്റർ ആയിട്ടുണ്ട്. ഐനോക്സിലാകട്ടോ നമ്മൾ ഷോ കാണാൻ പോകുന്നത്. ന്യൂൺ ഷോൺ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു 15 minutes ബിഫോർ ആണ് ജസ്റ്റ് എത്തിയത്. അപ്പം നമ്മൾ ലേറ്റ് ആയി പോവോ, സ്നാക്സ് വാങ്ങാനൊക്കെ ടൈം ഉണ്ടാവോ എന്നൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിനകത്ത് ക്ലീനിങ് നടക്കുന്നതുകൊണ്ട് നമുക്ക് സ്നാക്സ് ഒക്കെ വാങ്ങാനുള്ള ടൈം കിട്ടി. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പം നോക്കുമ്പോൾ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്പർ 2ലാണ് നമുക്ക് കയറേണ്ടത്. ഡോറ് കൗണ്ടർ എന്നാണ് പറഞ്ഞു പോയത്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ L2 എമ്പുരാൻ കാണാൻ ഫുൾ എക്സൈറ്റ്മെന്റോട് കൂടിയാണ് കേട്ടോ പോയിട്ടുള്ളത്. ഇതാ എൻട്രി ആയി, ടൈമായി, നമ്മളിത് അകത്തേക്ക് കയറുകയാണ്. അപ്പൊ ഇതാ നമ്മൾ അകത്ത് കയറി ഇരുന്ന് സെറ്റിൽ ആയിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ ദ മൂവി ടു സ്റ്റാർട്ട്. അങ്ങനെ ഇതാ മൂവി സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ഇത് മൂവി കണ്ടു കഴിഞ്ഞു. നമ്മളിതാ തിയേറ്ററിൽ നിന്ന് ഇനി ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ്. നല്ലൊരു മൂവി ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ദീപക് ദേവിന്റെ മ്യൂസിക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓവർ ഹൈപ്പ് ബീറ്റ്സോ ഇതൊന്നും ഇല്ലാണ്ട് ആ ഫിലിമിനെ പറ്റിയ ഒരു മ്യൂസിക്കും അതുപോലെ ഫിലിമോട്ടോഗ്രഫി വേറെ ലെവലാണ്. സ്റ്റാർട്ടിങ് ഒരു ഇംഗ്ലീഷ് മൂവിനെ പോലെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഹിന്ദി മൂവിയിലെത്തിയിട്ട് അങ്ങനെ ഒരു മോഡൽ മൂവിയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫിലിം കഴിഞ്ഞു ഇറങ്ങുകയാണ്. ഇനി നമുക്ക് എന്താ പറയുക, മോളൊന്ന് റൗണ്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് വിടാം. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളൊരു മൂവിയാണെന്ന് തന്നെ പറയാം.
അങ്ങനെ മൂവി കഴിഞ്ഞ് മോള് റൗണ്ട് അടിക്കുമ്പോഴാണ് താഴെ അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്ന പോലെ ഒരു ഫീൽ വന്നത്. അപ്പോൾ പിന്നെ ആണ് മനസ്സിലായത് IPL ലൈവായിട്ട് അവിടെ താഴെ ഇന്ന് നൈറ്റ് ഷോ ചെയ്യുന്നുണ്ട്, ഐ മീൻ ബിഗ് സ്ക്രീൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, ഞാൻ മൂവിക്ക് പോയൊരു ഷോർട്ട് ഫാമിലി ടൈമിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ഏത് മൂവിയാണ് ലാസ്റ്റ് ആയിട്ട് കണ്ടേ? കമന്റിൽ പറയാൻ മറന്നു വരുന്നത്. നിങ്ങൾ എമ്പുരാൻ കണ്ടോന്ന് കമന്റിൽ പറയണേ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോഴേ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.